എന്നും ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ രണ്ടാൾക്കാരെ സ്മരിക്കാറുണ്ട്. ഒന്ന് കുട്ടൻ. ഞാൻ കണ്ടതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പാർ ഫാൻ കുട്ടനാണ്. കുട്ടൻ എൻ്റെ സിസ്റ്ററിൻലോ. ഇത്തടെ ഫേവറേറ്റ് കോംബോ ആണ് നല്ല ചൂട് ചോറും കൊഴുകൊഴാന്നുള്ള സാമ്പാറും പിന്നെ 2 ചാള വറുത്തതും. രണ്ടാമത്തെ ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, കേട്ടുപരിചയം മാത്രമേ ഉള്ളൂ. നമ്മുടെ ചെക്കൻ ആദ്യമായിട്ട് ഇവിടെ UAE-ലെത്തി ബാച്ചിലേഴ്സ് അക്കോമഡേഷനിൽ താമസിക്കുന്ന സമയം. അവിടെ ഓരോ ദിവസവും ഓരോ ആൾക്കാരാണ് ടേൺ അനുസരിച്ച് ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ചെക്കൻ്റെ ടേൺ ആയപ്പോൾ ഫ്രിഡ്ജിൽ ആകെ ഉണ്ടായിരുന്നത് കുറച്ച് വെജിറ്റബിൾസ് മാത്രം. എന്നാൽ പിന്നെ ഒരു കിടിലൻ സാമ്പാർ അങ്ങ് കാച്ചേക്കാന്ന് കരുതി യൂട്യൂബൊക്കെ നോക്കി റെസിപ്പിയൊക്കെ പഠിച്ച് അടിപൊളി ഒരു സാമ്പാർ അങ്ങ് ഉണ്ടാക്കി വെച്ചു. ഉച്ചയ്ക്ക് ഊണിന് സമയമായപ്പോൾ എല്ലാവരും വന്നു. കൂട്ടത്തിലൊരു കാർന്നോര് സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റി കൂടിയെന്ന് പറഞ്ഞ് ചെക്കന് നല്ല ചീത്ത. ഇത് നിന്റെ മാത്രം പൈസയല്ല, ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാ, ഇത് മുഴുവൻ ആര് കഴിക്കാനാ, ഭക്ഷണം ഇങ്ങനെ വേസ്റ്റ് ആക്കാൻ ഇവിടെ പറ്റൂല, ബ്ലാ ബ്ലാ എന്നും പറഞ്ഞ് കുറേ അങ്ങ് പറഞ്ഞു. ഈ ഒട്ടുമിക്ക 90s ബോയ്സിനും ആകെ ഫുഡ് കഴിക്കാനും അതിനുള്ള വക ഉണ്ടാക്കാനുമുള്ള ട്രെയിനിങ് ഒക്കെ അല്ലേ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ട്രെയിനിങ് ഒക്കെ നമ്മുടെ ഭാര്യമാരല്ലേ കൊടുക്കാറ്. പാവം അങ്ങേറെ ചീത്തവിളി കേട്ട് ആകെ ഡെസ്പായി സങ്കടം സഹിക്കാൻ വയ്യാതെ ബാത്റൂമിൽ പോയി കുറേ കരഞ്ഞു. ക്വാണ്ടിറ്റി കൂടിയതൊന്നും അല്ലായിരുന്നു യഥാർത്ഥ പ്രശ്നം. പുള്ളി ഒന്ന് മെയിൻ ആവാൻ നോക്കിയതാ. നമ്മളൊക്കെ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാരാണ്, നമ്മളെയൊക്കെ ബഹുമാനിച്ചിട്ട് വേണം ഇവിടെ നിൽക്കാൻ. ഈ നമ്മുടെ കോളേജിലെ റാഗിങ് ഒക്കെ ഇല്ലേ, അതിൻ്റെ വേറൊരു പതിപ്പ്. എന്തായാലും അപ്പൂപ്പനെ ഞാൻ ഇടയ്ക്കൊക്കെ സ്മരിക്കാറുണ്ട്. പാവം നമ്മുടെ ചെക്കൻ.